നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കേരളത്തിൽ അത് മലബാർ ഭാഗത്ത് താമസിക്കുന്ന ഒരു മുസ്ലിം കുടുംബം, അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ ജോലി തേടി അറബ് നാട്ടിലേക്ക് പോയി എന്ന് കരുതുക. അത് ഇസ്രായേലിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ജോലി ചെയ്യുന്നത് എന്നും കരുതുക. ഇപ്പോൾ അവിടെ യുദ്ധം നടക്കുകയാണല്ലോ. ഇസ്രായേലും അതേപോലെ തന്നെ ഗാസയിലുള്ള ഹമാസ് തീവ്രവാദികളും തമ്മിൽ യുദ്ധം നടക്കുന്നു. അവർ യുദ്ധം നടക്കുന്നതിനിടയിൽ ഇസ്രായേലിൻ്റെ ഒരു മിസൈലോ അല്ലെങ്കിൽ റോക്കറ്റോ വീണു ഞാൻ നേരത്തെ പറഞ്ഞ മലബാർ ഭാഗത്തുള്ള ഈ മുസ്ലിം ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു എന്ന് കരുതുക. ഇസ്രായേലിൻ്റെ മിസൈൽ വീണാണ് കൊല്ലപ്പെടുന്നത് എന്ന് കരുതുക. അത് തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്ത് അത് വാർത്തയാവും. ഇവിടെ നമ്മുടെ കേരളത്തിലും വലിയ വാർത്തയാവും. ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഇതൊക്കെ വെച്ച് കവിത എഴുതും. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും. ഈ കൊല്ലപ്പെടുന്ന ചെറുപ്പക്കാരൻ്റെ മൃതദേഹം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് കരുതുക. തീർച്ചയായിട്ടും അത് ഡൽഹിയിൽ വന്ന് ചിലപ്പോൾ നേരെ ആയിരിക്കും വരിക. ഡൽഹിയിൽ എത്താതെ തന്നെ ഒരുപക്ഷെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്കായിരിക്കും വരിക. പക്ഷേ അതിനും തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ വിമാനത്താവളം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി അവിടെ നിൽക്കും. അങ്ങനെ ഈ മൃതദേഹം വരുന്നു. ഈ മൃതദേഹമായിട്ട് ചിലപ്പം വിലാപയാത്രയായിട്ട് തന്നെ ഈ ചെറുപ്പക്കാരൻ്റെ വീട് വരെ ചിലപ്പം ഈ വിലാപയാത്ര നീണ്ടേക്കാം. ഇതൊക്കെ ഞാൻ പറയുന്നത് സാങ്കല്പിക കഥയല്ല എന്ന് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. ഇതിങ്ങനെ നടക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും നടക്കാൻ സാധ്യതയല്ല. ഇത് തീർച്ചയായിട്ടും നടക്കുന്ന ഒരു സംഗതി തന്നെയാണ്. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ മറ്റൊരു സംഗതി നടന്നിരുന്നു. കൊല്ലത്തുള്ള ഒരു നിബിൻ മാക്സ്വെൽ എന്നൊരു ചെറുപ്പക്കാരൻ ജോലി തേടി ഫാർമർ വിസയിലാണ് ഇസ്രയേലിൽ പോയത്. അവിടെ ലെബനൻ അതിർത്തിയോട് ചേർന്നാണ് അയാൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. യുദ്ധം നടക്കുകയാണല്ലോ. അപ്പോൾ ഹമാസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അവിടുന്ന് റോക്കറ്റും മിസൈലും ഒക്കെ അയക്കുന്നുണ്ട്. അങ്ങനെ ഒരു റോക്കറ്റ് വീണ് ഈ ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു. അത് ഇന്ത്യയിൽ എറിയുന്നു, കേരളത്തിൽ മറിഞ്ഞു. ഒരു അനുശോചന പോസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ, അതായത് ഇടത് വലത് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന്. ഇയാൾ ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണ്. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും വേദനാജനകവുമായിട്ടുള്ള കാര്യം. ഈ നമ്പർ 1 കേരളത്തിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ പർദീസയായിട്ടുള്ള കേരളത്തിൽ നിന്ന് ഉപജീവനാർത്ഥം മറ്റൊരു നാട്ടിലേക്ക് പോയ ഒരു സഖാവാണ്. ആ സഖാവ് അവിടെ കൊല്ലപ്പെടുന്നു തീവ്രവാദികളാൽ. അയാളുടെ മൃതദേഹം ഇവിടെ കൊണ്ടുവരുമ്പോൾ ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയില്ല, ഒരു സാധാ മന്ത്രി പോലുമില്ല. പിന്നെ ആരാ ഉള്ളത്? കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണുള്ളത്. ഇങ്ങനെയായിരിക്കുമോ ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ പോലെ നടന്നിരുന്നുവെങ്കിൽ? മുഴുവൻ മന്ത്രിമാരും അവിടെ കണ്ടേനെ ആ മൃതദേഹം സ്വീകരിക്കാൻ. അവിടെ നിന്ന് മലബാർ വരെ, ആ യുവാവിൻ്റെ വീട് വരെ അത് വിലാപയാത്രയായി കൊണ്ടുപോയേനെ. തിരിച്ചായിരുന്നുവെങ്കിൽ, ഇസ്രായേലിൻ്റെ മിസൈൽ കൊണ്ടാണ് ഈ മുസ്ലിമായിട്ടുള്ള ഈ യുവാവ് കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ. ഇങ്ങനെ എന്നു മുതലാണ് കേരളം ഈ തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത്? ശരിക്കും അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയല്ലേ? കൊല്ലപ്പെടുന്ന ആളുടെ ജാതിയും മതവും നോക്കി മാത്രമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ അതുമാത്രമല്ല വിഷയം, കൊന്നവരെ കൂടെ നോക്കിയിട്ടുണ്ട്. ഹമാസോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയോ കൊന്നാൽ ഇവിടെ അത് പ്രശ്നം പോലുമല്ല. ചാവുന്നത് സ്വന്തം സഖാവാണെങ്കിൽ കൂടി. ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് വളരെ ദയനീയമായി തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൂടുതലൊന്നും പറയാനില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.